എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യൂദായുടെ ലേഖനം 3-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം. വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിനെ പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. വിശ്വാസത്തിന് വേണ്ടി പോരാടുക. കഴിഞ്ഞ ദിവസം ഞാൻ ചില കാര്യങ്ങൾ ഓർപ്പിക്കുകയുണ്ടായി. ഒരിക്കലായി നമുക്ക് ഫലമേൽപ്പിക്കപ്പെട്ട അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി നാം പോരാടണം എന്നുള്ളതാണ് നാം ഇവിടെ വായിക്കുന്നത്. ഈ കായിക രംഗത്തെ രണ്ട് വിധത്തിലുള്ള കളികളെ കുറിച്ച്, പല വിധത്തിലുള്ള കളികൾ ഉണ്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന് ബോക്സിംഗ്, മറ്റൊന്ന് റെസ്ലിംഗ്. ബോക്സിംഗ് എന്ന് പറയുന്നത് ഒരു ഇടി കഴിഞ്ഞിട്ട് അടുത്ത ഇടിക്ക് ഒരു ഗ്യാപ്പ് കിട്ടും. അടുത്തടി വരുന്നോ എതിരെ വരുന്നു എന്ന് നോക്കി നിൽക്കാനോ മനസ്സിലാക്കാനോ ഒരു ഗ്യാപ്പ് ഉണ്ടാകും. റെസ്ലിംഗ് അങ്ങനെയല്ല, അത് മൽപിടുത്തമാണ്. റെസ്ലിംഗിൽ ഒരു സെക്കൻഡ് പോലും ഒരാൾ വിട്ടുകൊടുത്താൽ തോറ്റു, പരാജയപ്പെട്ടു. ഇവിടെ നാം മനസ്സിലാക്കുന്ന പദം ബോക്സിംഗ് അല്ല, റെസ്ലിംഗ് ആണ്, മൽപിടുത്തമാണ്. നമുക്കറിയാമല്ലോ, യാക്കോബ് കടൽ കരയിൽ വെച്ച് ദൈവദൂതനുമായി നടത്തിയതിനെ ഹോശിയ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ദൂതനോട് പൊരുതി ജയിച്ചു എന്നാണ്. മൽപിടുത്തമാണ് എന്ന് പറയാൻ യാക്കോബ് ഒരു നാഴിക പോലും, ഒരു സെക്കൻഡ് പോലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതാണല്ലോ ഒടുവിൽ ദൂതൻ പറയുന്നത്, എന്നെ വിടുക എന്ന് പറയുന്നു. ഇതുപോലെയാണ് വിശ്വാസത്തിന് വേണ്ടി പോരാടുന്ന നമ്മൾ ഒരു സെക്കൻഡ് പോലും വിട്ടുകൊടുക്കാൻ പാടുള്ളതല്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ, ഒഴിഞ്ഞിരിക്കാൻ പാടുള്ളതല്ല. ആ പോരാട്ടത്തിൽ നമ്മൾ ഒട്ടും അയഞ്ഞു കൊടുക്കാൻ പാടുള്ളതല്ല എന്ന് നാം ഗ്രഹിക്കുന്നു. നമുക്കറിയാം, വിശ്വസിച്ച ആളുകളെ, അല്ലെങ്കിൽ കർത്താവിൽ വിശ്വസിച്ച ആളുകൾ 3 വിഭാഗത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. അതിലൊന്ന് അല്പവിശ്വാസികൾ. കർത്താവ് തന്റെ ശിഷ്യന്മാരെ പലപ്പോഴും വിളിച്ചിട്ടുള്ള ഒരു വാക്കാണ് അല്പവിശ്വാസികളെ, ഞാൻ എത്രത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കും. വിചാരപ്പെടുന്നവരെ നോക്കി കർത്താവ് പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനു വിചാരപ്പെടണം? അപ്പോൾ അല്പവിശ്വാസം ഉള്ളവരുണ്ട്. പല കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് വിചാരപ്പെടുക, ഭാരപ്പെടുക. മറ്റൊന്ന് വിശ്വാസത്തിൽ കാപട്യമുള്ളവരുണ്ട്. വിശ്വസിക്കുന്നതൊക്കെ പറയും, പക്ഷേ കാപട്യമായ സ്വഭാവങ്ങൾ കാണാം. അതിന് തെളിവാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം നാം പഠിക്കുമ്പോൾ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് കർത്താവ് ചില കാര്യങ്ങൾ പറയുന്നു. പറഞ്ഞു വരുമ്പോൾ അവർ യേശുവിനോട് പറഞ്ഞു, നിനക്ക് ഭൂതമുണ്ടെന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ യേശു അവർ പറഞ്ഞപ്പോൾ അബ്രഹാം ഞങ്ങൾക്ക് പിതാവാണെന്നൊക്കെ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, അബ്രഹാമിന് മുമ്പ് ഞാനുണ്ടായിരുന്നു. ഇത് പറഞ്ഞപ്പോൾ അവർ എറിയാൻ കല്ലെടുത്തു. ഇതാണ് തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരിൽ ഉണ്ടായിരുന്ന കാപട്യം പുറത്തു വന്നു. കർത്താവ് വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കിച്ചപ്പോൾ അതങ്ങനെ വിശ്വസിക്കാൻ ഇടവരാതെ, വിശ്വസിക്കാതെ എറിയാൻ കല്ലെടുക്കുക. അതുപോലെ തന്നെ അനന്യാസും സഫീറയും ലേവ്യൻ നിലം വിറ്റത് കണ്ട് അവരും വിറ്റു. പക്ഷേ
ലേവ്യം ചെയ്യാത്തൊരു കാര്യം അവർ ചെയ്തു. അവർ ചിലത് മാറ്റിവെച്ചു. വിശ്വാസത്തിൽ കാപട്യം പാടില്ല. മറ്റൊന്നാണ് പ്രശംസയ്ക്ക് അർഹരായ വിശ്വാസികൾ. കർത്താവ് ചിലരോട് പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം വലിയതേ, അത് പ്രശംസയ്ക്ക് അർഹരായ വിശ്വാസികൾ. ഒരു സുറഫനിക്കാരിയായ സ്ത്രീ യേശുവിന്റെ ഒരിക്കൽ വന്നു. അവളുടെ മകൾക്ക് ഭൂതോപദ്രവം പിടിച്ച് കിടക്കുന്നു. കർത്താവ് അവളെ ആദ്യം മൈൻഡ് ചെയ്യുന്നില്ല. പിന്നീട് കർത്താവ് അവളോട് സംസാരിച്ച വാക്കുകൾ വേദനിപ്പിക്കുന്ന വാക്കുകളായിരുന്നു. പക്ഷേ അവൾ പറഞ്ഞു, മക്കളുടെ മേശയിൽ നിന്ന് വീഴുന്നത് നായ്ക്കുട്ടികൾ ഭക്ഷിക്കുന്നല്ലോ. കർത്താവ് പറഞ്ഞു, ഇത്ര വലിയ വിശ്വാസം, അതാണ് പ്രശംസയ്ക്ക് അർഹമായ വിശ്വാസം. അപ്പോൾ വിശ്വാസത്തിന് വേണ്ടി പോരാടുക, ഒരു അണുവിട പോലും വിട്ടുകൊടുക്കാൻ പാടില്ലാതെ നാം പോരാട്ടം കഴിക്കേണ്ടവരാണ്. മറ്റൊന്ന്, വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കുക, അല്പവിശ്വാസികളാകാതിരിക്കുക, കപട വിശ്വാസമുള്ളവരാകാതിരിക്കുക. മറ്റൊന്ന്, പ്രശംസയ്ക്ക് അർഹമായ വിശ്വാസമുള്ളവരായിരിക്കുക. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.